വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാധുര്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. പ്രശ്ന സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുകയാണ്. കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിൽ അമർന്ന് ജനലക്ഷങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞ് ലക്ഷോപലക്ഷങ്ങൾ രോഗത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുമ്പോൾ ആശ്വാസം തരുന്ന, സൗഖ്യം തരുന്ന ആശ്വാസപ്രദനായ യേശു ക്രിസ്തുവിൻ്റെ വചസ്സുകൾ നമ്മുടെ അകത്ത് നൽകുന്ന നിത്യ തേജസ്സിൻ്റെ കിരണങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദാംശം വായിച്ച 1-2 ചിന്തകൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്ക് കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 49-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം തന്നെ. അതിൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേൽ പടർന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു അവനോട് പൊരുതു. അവൻ്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രയേലിൻ്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ്, ദൈവത്താൽ പണിയപ്പെട്ട ഇസ്രയേൽ തൻ്റെ മക്കളെ അരികിൽ വിളിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ, ഭാവി കാലത്ത് അവരുടെ മേൽ സംഭവിപ്പാൻ പോകുന്ന ദൈവിക അരുളപ്പാടുകൾ ആത്മനിറവിൽ അവർക്ക് കൈമാറുമ്പോൾ, യാക്കോബ് ഏറ്റവും അധികം സ്നേഹിച്ച തൻ്റെ മകനായ യോസഫിനെ അരികിൽ വിളിച്ച് യോസഫിനോട് പറയുന്ന ദൈവിക സന്ദേശമാണ് നാം ഈ തിരുവെഴുത്തിൽ വായിച്ചത്. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ നിൽക്കുന്ന ഫലപ്രദമായ വൃക്ഷം തന്നെ. യാക്കോബ് പറയുന്നു, വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, എങ്കിലും അവൻ്റെ കൊമ്പുകൾ മതിലിൻ്റെ മേൽ പടർന്നു എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളിൽ ഒരു വ്യക്തിയാണ് യോസഫ് എന്ന് പറയുന്നത്. യോസഫിന്റെ പ്രത്യേകത, അവൻ്റെ അപ്പൻ അവനെ ഏറ്റവും അധികം സ്നേഹിച്ചു, അവന് ഒരു നല്ല നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. യോസഫ് ഒരിക്കൽ ഒരു വലിയ ദർശനം കണ്ടു. ആ ദർശനം ഇതായിരുന്നു: സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നു, കറ്റക്കെട്ടുകൾ അവനെ നമസ്കരിക്കുന്നു. ഇതാണ് യോസഫ് കണ്ട ദർശനം. യോസഫ് ആ ദർശനം തൻ്റെ പിതാവിനോടും മാതാവിനോടും സഹോദരങ്ങളോടും ഒക്കെ കൈമാറി. എപ്പോൾ ദർശനം കൈമാറിയോ അപ്പോൾ മുതൽ എതിർപ്പുകൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, ഞാൻ നിങ്ങളുടെ ഒരു ആത്മീയ ദൂത് കൈമാറാം. എപ്പോഴൊക്കെ വെളിപ്പാടുകൾ നമ്മുടെ അകത്തു വരുമോ, ദർശനങ്ങൾ നമ്മുടെ അകത്തു വരുമോ, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം വർദ്ധിക്കുമോ, ആ സമയത്തൊക്കെ നാം അറിയാത്ത പ്രതികൂലങ്ങളും നാം അറിയാത്ത പ്രതിബന്ധങ്ങളും നാം അറിയാത്ത ശത്രുക്കളും നമുക്കെതിരെ എഴുന്നേൽക്കാറുണ്ട്. യോസഫിൻ്റെയും ജീവിതത്തിൽ ദർശനം ഒത്തിരി ശത്രുക്കളെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി. സഹോദരന്മാരെല്ലാം അവന് വിരോധമായി തീർന്നു. ഒരിക്കൽ സഹോദരന്മാർ ആടിനെ മേയ്ക്കാൻ പോയപ്പോൾ അവരുടെ ക്ഷേമം അറിയേണ്ടതിന് തൻ്റെ വാത്സല്യ നിധിയായ പിതാവ് യോസഫിനെ അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് ജ്യേഷ്ഠന്മാരുടെ അരികിലേക്ക് അയക്കുന്നു. വിശുദ്ധ ബൈബിൾ പറയുകയാണ്, ദൂരവേ വെച്ചു തന്നെ യോസഫിനെ അവർ കണ്ടു. അവർ പറഞ്ഞു, ദാ സ്വപ്നക്കാരൻ വരുന്നു. അവർ യോസഫ് കൊണ്ടുവന്ന ഭക്ഷണം വാങ്ങി ഭക്ഷിച്ചു, അപ്പം തിന്നു, വെള്ളം കുടിച്ചു. യോസഫിനെ അവർ കൊല്ലാൻ ഭാവിച്ചു. പക്ഷേ രൂപേന്റെ നിർദ്ദേശപ്രകാരം കൊല്ലാതെ അവനെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിട്ടു. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മിദ്യാന്യ കച്ചവടക്കാർ ആ വഴിയെ വന്നു. അവർ യോസഫിനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. അവർ വിറ്റുകൊണ്ടുവന്ന കച്ചവട ചരക്കുകൾ യോസഫിന്റെ തലയിൽ അവർ വെച്ചു കൊടുത്തു. വിളിച്ചു പറയാൻ യോസഫിനോട് ആവശ്യപ്പെട്ടു. അപ്പന്റെ സ്നേഹം അനുഭവിച്ച, സഹോദരന്മാരുടെ ആദ്യകാലത്ത് കരുതലുകൾ അനുഭവിച്ച പ്രിയ അനുജൻ ആ വലിയ ചുമട് തൻ്റെ തലയിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മിസ്രൈമിൽ പൊത്തീഫേറിന്റെ ഭവനത്തിൽ യോസഫ് കാര്യസ്ഥനായി.
ആ വീടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും യോസഫ് ഏറ്റെടുത്തു. ബൈബിൾ പറയുന്ന ഏറ്റവും ശക്തമായ ഒരു സന്ദേശം, യോസഫ് മുഖാന്തരം ദൈവം പോത്തിഫേറിനെ അനുഗ്രഹിച്ചു. കർത്താവിൽ പ്രിയരെ, ഞാനൊരു ദൂത് കൈമാറട്ടെ. അഭിഷേകമുള്ളവൻ മുഖാന്തരം, യോസഫ് മുഖാന്തരം, വാഗ്ദത്തമുള്ളവൻ മുഖാന്തരം പോത്തിഫേറിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒരു ദൂത് കൈമാറുകയാ. പാപത്തിലും മ്ലേച്ഛതയിലും ദൈവകൃപ വിട്ട് ലോകം വ്യതിചലിക്കുമ്പോൾ ആരാധന സ്ഥലങ്ങളും പഴക്കമുള്ള പള്ളികളുമൊക്കെ ക്യാബറെ ഡാൻസിന്റെ വേദികളും മദ്യശാലകളും ഒക്കെയായി മാറി ദൈവമായിട്ടുള്ള ബന്ധം വിട്ട് മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ, പാപം കുന്നുപോലെ ലോകത്ത് ഉയർന്നു നിൽക്കുമ്പോൾ, ഞാൻ പറയുന്നു, വെളിപ്പാടനുസരിക്കുന്ന ദൈവശബ്ദം കേൾക്കുന്ന ഒരു യോസഫ് ഉണ്ടെങ്കിൽ, യോസഫ് മുഖാന്തരം ദേശത്തിന്റെ മേൽ ദൈവം ഒരു അനുഗ്രഹം കൈമാറും. ഞാനത് വിശ്വസിക്കുന്നു. പ്രിയരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, നമ്മുടെ ദേശത്ത് ഒരു ദൈവിക സമാധാനവും സൗഖ്യവും ഉണ്ടാകേണ്ടതിന്. പോത്തിഫറിന്റെ ഭവനത്തിലെ കാര്യസ്ഥനായ യോസഫ് മുഖാന്തരം ദൈവം പോത്തിഫറിനെ അനുഗ്രഹിച്ചു എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഒരിക്കൽ പോത്തിഫറിന്റെ ഭാര്യയ്ക്ക് യോസഫിന്റെ മേലുണ്ടായ ഒരു താല്പര്യം, തന്നോടൊപ്പം കിടക്കറ പങ്കിടുവാൻ യോസഫിനെ ക്ഷണിക്കുകയാണ്. ദൈവകൃപയിൽ നിൽക്കുന്ന യോസഫ്, പ്രമാണത്തിൽ നിൽക്കുന്ന യോസഫ് പാപത്തിന് പലപ്പോഴും കുതറി മാറി. ഞാൻ അവിടെ നിന്നൊരു ദൈവിക സന്ദേശം കൈമാറുകയാ. യോസഫേ, പോത്തിഫേറിന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് ചതുർഭിത്തിക്കകത്ത് ആരും അറിയാത്ത സാഹചര്യത്തിൽ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ കാര്യസ്ഥൻ എന്ന പദവിയിൽ നിന്ന് ഉന്നതമായ മേഖലകളിലേക്ക് നിനക്ക് പ്രമോഷൻ ഉണ്ടാകും. പക്ഷെ യോസഫിന് നമ്മോട് തിരിച്ചു പറയാനുള്ളൊരു സന്ദേശം ഇതായിരിക്കും: പോത്തിഫേറിന്റെ ഭാര്യയുടെ ഇംഗിതത്തിന് വശംവദനായി ചതുർഭിത്തിക്കകത്ത് അവരുടെ ഇഷ്ടത്തിന് കിടക്ക പങ്കിടുവാൻ ഒന്നേൽപ്പിച്ചു കൊടുത്താൽ അവൾ എനിക്ക് വേണ്ടി ഒരുക്കുന്ന പ്രമോഷൻ നിശ്ചയമായും ഉണ്ടാകും. പക്ഷേ ഞാൻ കണ്ട ദർശനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ കഴിയാതെ എൻ്റെ വാഗ്ദത്തങ്ങൾ ഇവിടെ കൊണ്ട് അസ്തമിക്കും. ലോകം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ചില നന്മകൾ, ചില സാഹചര്യങ്ങൾ, അത് ദൈവിക ശബ്ദത്തിനും ദൈവിക വെളിപ്പാടിനും വിരോധമാണെങ്കിൽ, അതെത്ര ശ്രേഷ്ഠമേറിയതാണെങ്കിലും ദൈവശബ്ദത്തിന് വേണ്ടി അതിനെ തിരസ്കരിക്കുവാൻ ഒരുവന് കഴിയുമ്പോഴേ ദൈവിക വാഗ്ദത്തത്തിലേക്ക് അവന് ചുവടുകൾ വെക്കുവാൻ കഴിയൂ. പ്രിയരെ, പ്രൈസ് ഗോഡ്, ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ദൈവിക ദർശനത്തിന് യോസഫ് വില കൊടുത്തത് കൊണ്ട് ചതുർഭിത്തിക്കകത്ത് പോത്തിഫേറിന്റെ ഭാര്യയുടെ ഇഷ്ടത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്തില്ല. അവൻ അവിടെ നിന്ന് കുതറിയോടി ചെയ്യാത്ത തെറ്റിന് കാരാഗ്രഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടു. അപ്പക്കൊട്ടവാഹകനെയും പാനപാത്രവാഹകനെയും അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. പ്രിയരെ, ഇന്ന് പകൽ ഞാൻ ഒരു സന്ദേശം നിങ്ങൾക്ക് കൈമാറാം. യോസഫ് കണ്ട ദർശനം, നക്ഷത്രങ്ങളും സൂര്യചന്ദ്രന്മാരും അവനെ നമസ്കരിക്കുന്നു, കറ്റക്കെട്ടുകൾ അവനെ നമസ്കരിക്കുന്നു. അത്ര മാത്രമേ യോസഫ് ദർശനത്തിൽ കണ്ടുള്ളൂ. യോസഫ് കണ്ട ദർശനത്തിൽ പൊട്ടക്കിണറില്ലായിരുന്നു. യോസഫ് കണ്ട ദർശനത്തിൽ മിഥ്യാന്യ കച്ചവടക്കാരില്ലായിരുന്നു. യോസഫ് കണ്ട ദർശനത്തിൽ പോത്തിഫേറിന്റെ ഭവനമില്ലായിരുന്നു. യോസഫ് കണ്ട ദർശനത്തിൽ കാരാഗ്രഹമില്ലായിരുന്നു. പ്രിയരെ, ദൈവം നമുക്ക് തരുന്ന വെളിപ്പാടിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പല കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകയില്ല. ദൈവം നമുക്ക് തരുന്ന വെളിപ്പാട് അത് പൂർത്തീകരണത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വെളിപ്പാടാണ്. അത് നാം മറന്നു പോകരുത്. യോസഫ് കണ്ട ദർശനത്തിൽ ഇതൊന്നുമില്ലായിരുന്നു. അവൻ കണ്ടത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കുന്നതാണ്. ഞാനൊരു ദൂത് നിങ്ങൾക്ക് കൈമാറട്ടെ. ജ്യേഷ്ഠന്മാരുടെ സ്നേഹം അറിയാൻ അപ്പവും വെള്ളവുമായി പോകുന്ന യോസഫിനെ അവർ പിടിച്ച് പൊട്ടക്കിണറ്റിലിടുന്നു. അവിടുന്ന് മിഥ്യാന്യ കച്ചവടക്കാർക്ക് അവനെ വിൽക്കുന്നു. പ്രിയരെ, മിഥ്യാന്യ കച്ചവടക്കാർക്ക് യോസഫിനെ വിറ്റെങ്കിൽ മാത്രമേ യോസഫ് മിസ്രൈമിലെത്തുകയുള്ളൂ. യോസഫ് മിസ്രൈമിൽ എത്തി പോത്തിഫേറിന്റെ ഭവനത്തിൽ കാര്യസ്ഥനായിരിക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന്
അവൻ കാരാഗ്രഹത്തിനകത്തു പോയി. യോസഫ് കാരാഗ്രഹത്തിനകത്തു ചെന്നാലേ അപ്പക്കൊട്ടവാഹകനെയും പാനപാത്രവാഹകനെയും മീറ്റ് ചെയ്യാൻ കഴിയൂ. അപ്പക്കൊട്ടവാഹകനും പാനപാത്രവാഹകനും ഒരിക്കൽ ഓരോ സ്വപ്നങ്ങൾ കണ്ടു. അപ്പക്കൊട്ടവാഹകൻ കണ്ട സ്വപ്നം ഇതാണ്: താൻ കൊട്ടയ്ക്കകത്ത് അപ്പം വെച്ച് പിന്നെയും കൊണ്ടുപോകുന്നു. അതാണ് താൻ കണ്ട സ്വപ്നം. പക്ഷെ കാക്ക വന്ന് കൊത്തിപ്പറിക്കുന്നു, പക്ഷികൾ അത് കൊത്തിപ്പറിക്കുന്നു. യോസഫ് സ്വപ്നം വ്യാഖ്യാനിച്ചു: നീ ചിരാച്ഛേദം ചെയ്യപ്പെടും, നിന്റെ മരണ ദിവസം അടുത്തു. അതായിരുന്നു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. പക്ഷെ പാനപാത്രവാഹകൻ പറഞ്ഞു: ഞാൻ വീണ്ടും മുന്തിരി ഞെക്കി പാനപാത്രത്തിൽ വീഞ്ഞുമായിട്ട് പോകുന്നത് കണ്ടു. യോസഫ് പറഞ്ഞു: നീ വേഗത്തിൽ കൊട്ടാരത്തിലേക്ക് തിരിച്ചെടുക്കപ്പെടും. പക്ഷെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ നീ എന്നെ മറക്കരുത്. പ്രിയരെ, യോസഫ് വ്യാഖ്യാനിച്ച സ്വപ്നത്തിന്റെ ആ യാഥാർത്ഥ്യം പോലെ അപ്പക്കൊട്ടവാഹകൻ ചിരാച്ഛേദം ചെയ്യപ്പെട്ടു, പാനപാത്രവാഹകൻ കൊട്ടാരത്തിലേക്ക് എടുക്കപ്പെട്ടു. പക്ഷേ പാനപാത്രവാഹകൻ യോസഫിനെ മറന്നുപോയി. ദൈവം രാജാവിനൊരു ദർശനം കൊടുത്തു. രാജാവ് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതാണ്: 7 കൊഴുത്ത പശുക്കൾ, പിന്നെ 7 മെലിഞ്ഞ പശുക്കൾ. പിന്നെ കണ്ടത് 7 കതിരുകൾ, പിന്നെ 7 പതിരുകൾ. സ്വപ്നവും അർത്ഥവും അറിയാതെ രാജാവ് വ്യാകുലപ്പെടുമ്പോൾ പാനപാത്രവാഹകൻ പറഞ്ഞു: കാരാഗ്രഹത്തിൽ ഞാൻ കിടന്നപ്പോൾ എൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ച ഒരു മനുഷ്യനുണ്ട്. അവനെ കൊണ്ടുവന്നാൽ സ്വപ്നം വ്യാഖ്യാനിക്കും, അർത്ഥം നമുക്കറിയാം. പെട്ടെന്ന് രാജവസ്ത്രം ധരിപ്പിച്ച് യോസഫിനെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. യോസഫ് അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുത്തു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യോസഫ് നടത്തുകയാണ്. യോസഫ് രാജാവിനോട് പറഞ്ഞു: മഹാരാജാവേ, അങ്ങ് കണ്ട ദർശനം 7 കൊഴുത്ത പശുക്കളും 7 മെലിഞ്ഞ പശുക്കളും 7 കതിരുകളും 7 പതിരുകളും. അർത്ഥം ഇതാണ്: 7 കൊഴുത്ത പശുക്കളും 7 കതിരുകളും രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന സമ്പൽ സമർത്ഥമായ 7 വർഷങ്ങളാണ്. 7 മെലിഞ്ഞ പശുക്കളും 7 പതിരുകളും വരാൻ പോകുന്ന 7 വർഷത്തെ കഠിന ക്ഷാമമാണ്. അതുകൊണ്ട് കഠിന ക്ഷാമത്തെ നേരിടേണ്ടതിന് ഈ സമൃദ്ധിയുടെ സമയത്ത് ഭണ്ഡാരത്തിൽ ധാന്യം ശേഖരിക്കുവാൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തു. രാജാവ് സിംഹാസനത്തിൽ യോസഫിനെ ഇരുത്തുമ്പോൾ രാജാവ് പറയുന്ന ഒരു വാക്കുണ്ട്: സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: യോസഫേ, നീ ഒരു ഫോറിനറാണ്, ഇല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ പരമോന്നത പദവിയിലേക്ക് നിന്നെ ഞാൻ ഇരുത്തുമായിരുന്നു. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ വലിയവനായിരിക്കും. ഭരണം മുഴുവനും നടത്തുന്നത് നീയാണ്. ഞാനൊരു ദൂത് കൈമാറട്ടെ. ഒരു സ്വപ്നം ദൈവം നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു ദർശനം ദൈവം നിനക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ, നിന്റെ മരുയാത്രയിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങളും നിന്റെ മുൻപിൽ ഏറി വന്നാൽ പതറരുത്. അത് നിന്റെ ദർശനത്തിലേക്കുള്ള ജൈത്രയാത്രയാണ്. ഒരു ദിവസം നീ എത്തും ആ വാഗ്ദത്തത്തിലേക്ക്. ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ ഉയർത്തും. ആകയാൽ കാത്തിരിക്കാം നമുക്ക്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വാഗ്ദത്തങ്ങൾ, ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ദൈവം കൈമാറിയ വാഗ്ദത്തത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിച്ച് കളയാൻ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. ദൈവം നിന്റെ കൂടെയുണ്ട്. കർത്താവ് ജയോത്സവമായി നിന്നെ നടത്തും. നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കണ്ട ദർശനമില്ലേ, നീ കണ്ട വെളിപ്പാടില്ലേ, പതറിപ്പോകണ്ട. ദൈവം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് താങ്കളെ എത്തിക്കാൻ പോകുക. പ്രതികൂലമായ സാഹചര്യത്തെ വകവെക്കണ്ട. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ കഴിയുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന, നിനക്ക് വേണ്ടി ചിലതിനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു മഹാദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. ആ ദൈവം നിന്റെ കൂടെയുണ്ട്. ആകയാൽ പ്രത്യാശ കൈവിടാതെ വിശ്വാസ കാൽച്ചുവടുകൾ പരിശുദ്ധാത്മാവിൽ ഒരുമിച്ച് മുൻപോട്ട് വെക്കാം. ദൈവം നിങ്ങളെ അതിനായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവിക സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് പ്രചോദനവും ധൈര്യവും നൽകട്ടെ, പ്രത്യാശയിലേക്ക് നിങ്ങളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശത്തിന് ഇവിടെ തിരശ്ശീലയിടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലസ് യു.